നമ്മൾ ഇന്ന് പോകുന്നത് യോർദാൻ നദിക്കരയിലേക്കാണ്. അവിടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചൊരു പ്രഭാതമുണ്ടായിരുന്നു. യേശുവിന്റെ ജ്ഞാനസ്നാനം, വിനയത്തിന്റെയും ഒരു വലിയ വെളിപാടിന്റെയും ആ നിമിഷം. നമുക്ക് നേരെ എങ്ങോട്ട് പോവാം, അല്ലേ? ഒന്ന് കണ്ണടച്ചാലോചിച്ചു നോക്കിയേ. യോർദാൻ നദിയുടെ തീരം, അവിടെ വലിയൊരു ആൾക്കൂട്ടം. എല്ലാവരുടെയും മുഖത്ത് ഒരു പ്രതീക്ഷയാണ്. ഒരു പുതിയ തുടക്കം വേണം, പാപമോചനം വേണം. അതിനായിട്ട് സ്നാപക യോഹന്നാൻ എന്തു പറയുന്നു എന്ന് കേൾക്കാൻ കാത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ആ അന്തരീക്ഷത്തിൽ തന്നെ എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോ ആ ആൾക്കൂട്ടത്തിന് നടുക്ക് യോഹന്നാൻ നിൽക്കുകയാണ്. ആളുടെ ദൗത്യം വളരെ സിമ്പിളായിരുന്നു, പക്ഷെ ഭയങ്കര പവർഫുള്ളും. എന്താണെന്നല്ലേ? ജനങ്ങളോട് പറയുകയാണ്, മാനസാന്തരപ്പെട്, നിങ്ങളുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ. അതിന്റെ ഒരു അടയാളമായിട്ടാണ് യോഹന്നാൻ അവർക്ക് ജ്ഞാനസ്നാനം നൽകിയിരുന്നത്. പെട്ടെന്നാണ് ആ തിരക്കിനിടയിലേക്ക് ഗലീലയിൽ നിന്ന് ഒരാൾ വളരെ ശാന്തനായിട്ട് നടന്നുവരുന്നത്. അത് യേശുവായിരുന്നു. നിങ്ങൾക്കറിയാമോ, ആ വരവ് വെറുമൊരു സാധാരണ വരവായിരുന്നില്ല. അതായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. ലോകത്തിന്റെ ഗതി തന്നെ മാറ്റാൻ പോകുന്ന ഒരു വലിയ ദൗത്യത്തിന്റെ, യേശുവിന്റെ പരസ്യജീവിതത്തിന്റെ തന്നെ തുടക്കം. യേശുവിനെ മുന്നിൽ കണ്ടതും യോഹന്നാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഒന്ന് ആലോചിച്ചു നോക്കൂ, ദൈവപുത്രൻ വന്നു നിൽക്കുകയാണ്. എന്തിന്? പാപികളായ സാധാരണ മനുഷ്യരുടെ കൂടെ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ. അപ്പോ യോഹന്നാൻ ചോദിച്ച ആ ചോദ്യമുണ്ടല്ലോ, അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ആദരവ്, താൻ എത്ര ചെറുതാണെന്നുള്ള ബോധ്യം. അങ്ങേ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടത് ഞാനല്ലേ, എന്നിട്ട് അങ്ങ് എന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നോ? പക്ഷെ യേശുവിന്റെ മറുപടി, അതിലൊരു വലിയ ദൈവിക പദ്ധതിയുടെ ആഴം നമുക്ക് കാണാൻ പറ്റും. യേശു പറഞ്ഞു, ഇതിങ്ങനെ നടക്കട്ടെ, കാരണം എല്ലാ നീതിയും നമ്മൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, ദൈവത്തിന്റെ പ്ലാനിന് മുഴുവനായിട്ട് കീഴടങ്ങുക, മനുഷ്യരുടെ കൂടെ ഒന്നായി നിൽക്കുക എന്നൊക്കെയാണ്. ഈ സംഭവത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട പാഠം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. യേശു ആ ഒരൊറ്റ പ്രവൃത്തിയിലൂടെ നമ്മളെ പഠിപ്പിച്ചത് എന്താണെന്നറിയാമോ? വിനയത്തിന്റെ ഏറ്റവും വലിയ പാഠമാണ്. ഒരു പാവവും ചെയ്യാത്ത ആളായിരുന്നിട്ടുകൂടി പാപികളായ നമ്മുടെ എല്ലാം കൂടെ നിൽക്കാൻ തയ്യാറായി. ഒന്ന് ചിന്തിച്ചു നോക്കൂ. വലിപ്പം തേടിപ്പോകുന്ന ഈ ലോകത്തിന് ഇതിലും വലിയൊരു മാതൃക വേറെ കിട്ടാനുണ്ടോ? യേശുവിന്റെ ആ വാക്കുകൾക്കു മുന്നിൽ പിന്നെ യോഹന്നാൻ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ യോർദാൻ നദിയിലെ ആ തണുത്ത വെള്ളത്തിൽ സ്നാപക യോഹന്നാൻ ദൈവപുത്രനെ സ്നാനപ്പെടുത്തി. അതൊരു സാധാരണ സ്നാനമായിരുന്നില്ല, അതൊരു ചരിത്ര നിമിഷമായിരുന്നു. ദൈവീക പദ്ധതിയിലെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അവിടെ നടന്നത്. യേശു വെള്ളത്തിൽ നിന്ന് കയറിയതും അവിടെ അസാധാരണമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. എന്താണ് നടന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാമല്ലേ? അതെ, അതുതന്നെ സംഭവിച്ചു. യേശു വെള്ളത്തിൽ നിന്നും മുകളിലേക്ക് വന്നതും സ്വർഗമങ്ങ് തുറക്കപ്പെട്ടു. ഭൂമിയും ആകാശവും ഒന്നായ പോലെ. ദൈവം മനുഷ്യനോട് നേരിട്ട് സംസാരിക്കുന്ന പോലത്തെ ഒരു നിമിഷം. ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാഴ്ചയായിരുന്നു അത്. ആ തുറന്ന സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഒരു പ്രാവിനെപ്പോലെ മെല്ലെ ഇറങ്ങി വന്ന് യേശുവിന്റെ മേൽ വന്നിരുന്നു. ഇത് വെറുമൊരു കാഴ്ചയായിരുന്നില്ല കേട്ടോ. ഇത് സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ, ദൈവം അവിടെ കൂടെയുണ്ട് എന്നതിന്റെയൊക്കെ വളരെ വ്യക്തമായ ഒരു അടയാളമായിരുന്നു. അപ്പോ ഈ ഒരൊറ്റ നിമിഷത്തിലാണ് ക്രിസ്തീയ വിശ്വാസത്തിലെ ഏറ്റവും വലിയൊരു രഹസ്യം വെളിപ്പെട്ടത്. എന്താണെന്നല്ലേ? പരിശുദ്ധ ത്രിത്വം. ഒന്നോർത്തു നോക്കൂ. സ്വർഗത്തിൽ നിന്ന് സംസാരിക്കുന്ന പിതാവ്, വെള്ളത്തിൽ നിൽക്കുന്ന പുത്രനായ യേശു, പിന്നെ പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങിവരുന്ന പരിശുദ്ധാത്മാവ്. 3 പേരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു അസാധാരണമായ ദൈവിക വെളിപാടായിരുന്നു അത്. ആ നിമിഷം പൂർണ്ണമാകാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് പിതാവായ ദൈവത്തിൻ്റെതായിരുന്നു. ലോകം മുഴുവൻ കേൾക്കെ പിതാവ് പ്രഖ്യാപിക്കുകയായിരുന്നു, ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശു ആരാണെന്ന് ലോകത്തോട് ഉറക്കെ പറയുകയായിരുന്നു പിതാവ്. പിതാവിന്റെ ആ വാക്കുകൾ ലോകത്തിനു മുന്നിൽ ഒരു ഉറപ്പായിരുന്നു, യേശു ആരാണെന്നുള്ള ഉറപ്പ്. പക്ഷേ ആ പ്രഖ്യാപനം അന്ന് അവിടെ കഴിഞ്ഞുപോയൊരു കാര്യമല്ല കേട്ടോ. അതിനകത്ത് നമുക്കോരോരുത്തർക്കും വേണ്ടിയുള്ള ഒരു വലിയ സന്ദേശമുണ്ട്. നോക്കൂ, സ്വർഗം യേശുവിനോട് നീ എന്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞില്ലേ? അതുപോലെ നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ അതേ സ്വർഗം നമ്മളോടും പറയുന്നുണ്ട്, നീ എന്റെ പ്രിയപ്പെട്ട മകനാണ്, എന്റെ പ്രിയപ്പെട്ട മകളാണ് എന്ന്. അപ്പോൾ ജ്ഞാനസ്നാനം എന്നത് വെറും ഒരു ചടങ്ങല്ല. അത് നമ്മളെ വെറും അനുയായികളാക്കുകയല്ല, മറിച്ച് ദൈവത്തിന്റെ സ്വന്തം മക്കളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്.
അപ്പോ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് ജീവിതത്തിലേക്ക് എടുക്കാൻ പറ്റുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, വിനയമാണ് നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്ന വഴി. 2, പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, ഒരു വഴികാട്ടിയായിട്ട്. പിന്നെ മൂന്നാമത്തേത്, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളാണെന്ന സത്യം. അത് മറക്കരുത്. യേശുവിന് യോർദാനിലെ ആ ദിവസം ഒരു വലിയ ടേണിംഗ് പോയിന്റായിരുന്നു അല്ലേ? അവിടെ നിന്നാണ് ആ വലിയ ദൗത്യം, ലോകത്തെ രക്ഷിക്കാനുള്ള ആ ശുശ്രൂഷ ഔദ്യോഗികമായിട്ട് തുടങ്ങുന്നത്. യേശുവിന് അതൊരു പുതിയ തുടക്കമായിരുന്നെങ്കിൽ നമുക്കും അതുപോലൊരു പുതിയ തുടക്കം സാധ്യമാണ്. എങ്ങനെയാണെന്നോ? നമ്മുടെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് ഒന്നോർത്താൽ മതി. ഞാൻ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനാണ്, മകളാണ് എന്ന ബോധ്യത്തോടെ ജീവിക്കാൻ തുടങ്ങുന്ന നിമിഷം നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു പുതിയ അർത്ഥം വരും, ഒരു പുതിയ ലക്ഷ്യം വരും. അതുകൊണ്ട് അവസാനം യോർദാനിലെ ആ പ്രഭാതം നമ്മളോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഇന്നും നിൽക്കുന്നത്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളാണ് നമ്മളെങ്കിൽ ആ സ്നേഹത്തിലും ബോധ്യത്തിലും ജീവിക്കാൻ നമ്മൾ ശരിക്കും തയ്യാറാണോ? ഈ ഒരു ചോദ്യം നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാനായി വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്താം.